ഉള്ള മഹാന്മാരുടെ പേരുകളാണ്. ഈ ഒരു സദസ്സിൽ നിന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത് ഇത്തരം നല്ല മഹാരഥന്മാരുടെ പേരുകൾ നാവ് കൊണ്ട് ഇടക്കിടക്ക് പറയണം. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ പേര് പറയാത്ത വിഭാഗങ്ങളായി ഇന്ന് സമൂഹം അധപതിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ പേര് പറയാത്തവരായി ബഹുമാനപ്പെട്ട സ്വാലിഹീങ്ങളിൽ അള്ളാഹുവിന്റെ പേര് പറയുന്നവർ, അംബിയാഇന്റെ പേര് പറയുന്നവർ, ഔലിയാഇന്റെ പേര് പറയുന്നവർ, സ്വാലിഹീങ്ങളെ പേര് പറയുന്നവർ, അങ്ങനത്തവരെ മാത്രമാണ് ഇന്നലകൾ കടന്നുപോയ ആളുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നമുക്കും ആ ഒരു ജീവിതം വേണ്ടേ? ഒരു ദിവസത്തിൽ അഥവാ 1440 മിനിറ്റിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട അംബിയാഇന്റെ പേര് പറയാൻ കഴിഞ്ഞാൽ അതൊരു മഹാഭാഗ്യമാണ്. അവന്റെ ഇഷ്ടദാസന്മാരാകുന്ന ഔലിയാഇന്റെ പേര് പറയാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമാണ്. മഹാന്മാരാകുന്ന സ്വാലിഹീങ്ങളൊക്കെ അള്ളാഹുവിന്റെ ഇസ്മുകൾ ചൊല്ലാറുണ്ട്, മഹാന്മാരുടെ ഇസ്മുകൾ ചൊല്ലാറുണ്ട്. എല്ലാവരുടെയും ഇസ്മുകൾ നാവ് കൊണ്ട് പറയുന്നത് ദിക്റല്ലാതെ അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകുന്ന വചനങ്ങളല്ലാതെ നാവ് കൊണ്ട് പറയരുത്. പ്രിയപ്പെട്ട ഉമ്മയെ ഉമ്മ എന്ന് വിളിക്കുന്നത് വരെ, ഗുരുവര്യരെ ഉസ്താദവർകൾ വിളിക്കുന്നത് വരെ, മഹാന്മാരെ വിളിക്കുന്നത് വരെ, അള്ളാഹു ഇഷ്ടപ്പെട്ട ആരുമായി സംസാരിക്കുന്നത്, ഹക്കായ കാര്യങ്ങൾ പറയുന്നത്, ഖുർആനിന്റെ വചനങ്ങൾ, പരിശുദ്ധമായ ദിക്റുകൾ, അങ്ങനെ തുടങ്ങിയിട്ട് നാവിലൂടെ വരുന്നത് മുഴുവനും അള്ളാഹു ഇഷ്ടപ്പെട്ടത് മാത്രമായിരിക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചില നല്ല നിർദ്ദേശങ്ങൾ ലഭിക്കാൻ പോകുമ്പോൾ അവിടെ അതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഉസ്താദുമാർ പറഞ്ഞു തരും. നിങ്ങൾ ഒരു നന്മയിലേക്ക് ഒരാളെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വഭാവം, അദ്ദേഹത്തിന്റെ ഇടപെടൽ, അദ്ദേഹത്തിന്റെ പെരുമാറ്റം അത്ര സുഖകരമല്ല എന്ന് കണ്ടാൽ നിങ്ങളോട് ഇങ്ങോട്ടേക്ക് തർക്കിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് തർക്കിക്കുന്നതിന് പകരം തൽക്കാലം ഒന്ന് മാറി നിന്ന് അർഹമുറാഹിമാകുന്ന അള്ളാഹുവിനോട്, അള്ളാഹുവേ എൻ്റെ ഒരു സഹോദരനാണ്, എന്റെ ഒരു സഹപാഠിയാണ്, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവനാണ്, ഞാൻ എന്നും കാണുന്ന ആളാണ്, അദ്ദേഹത്തെ നീ ഒന്ന് നന്നാക്കി കൊടുക്കണേ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനും അത് നല്ലതാണ്, എനിക്കും അത് നല്ലതാണ്. എൻ്റെ നാവിലൂടെ വരേണ്ടത് ഇത് മാത്രമായിരിക്കണം. ആ വിധത്തിൽ ഈ പ്രായത്തിൽ നിങ്ങൾ പഠിക്കേണ്ടത്. എത്രയോ വലിയ വലിയ ദുരന്തങ്ങൾ കലാലയങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ നിസാരമായ പ്രശ്നത്തിന്റെ പേരിൽ അടിപിടിയാണ്, സംഘർഷമാണ്, കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ദീനിന്റെ സ്വഭാവമനുസരിച്ച് നമ്മുടെ നാവിലൂടെ വരാൻ പാടില്ലാത്തത് വരാതെ നമ്മുടെ നാവിലൂടെ വരേണ്ടത് മാത്രം വന്നുകൊണ്ടു പോകുമ്പോൾ അവിടെ ദിക്റിന് വലിയ സ്ഥാനമുണ്ട്, ദുആഇന് വലിയ സ്ഥാനമുണ്ട്, സദുപദേശത്തിന് വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് രണ്ടാമതായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നാവിലൂടെ വരുന്നത് നല്ലത് മാത്രമായിരിക്കണം. ഈ ക്യാമ്പസ് കോളിൽ സംബന്ധിക്കുന്ന അതിഥികളാകുന്ന എന്റെ അനുജന്മാർ മുഴുവനും ദായിമൻ വുളൂഇലായി ജീവിക്കുന്നവരും നാവിലൂടെ നല്ലത് മാത്രം പറയുന്നവരുമായി കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വലിയ ഔന്നത്യമാണ് ദുനിയാവിലും ആഖിറത്തിലും നൽകുന്നത്. ഒരൊറ്റ കാര്യം കൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു, അത് വിശദീകരിക്കാനൊന്നും സമയമില്ല. ഈ സദസ്സിൽ നിന്ന് മനസ്സുകൊണ്ട് തീരുമാനിക്കുക, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇഷ്ടപ്പെടാത്ത 5 പൈസ പോലും എന്റെ സമ്പത്തിലേക്ക് വരാൻ പാടില്ല. ഹലാലായ സമ്പത്തല്ലാതെ, അല്ലാഹുവിന് ഇഷ്ടമുള്ള സമ്പത്തല്ലാതെ, ബറക്കത്തുള്ള പണമല്ലാതെ ഹറാമിന്റെ 5 പൈസ പോലും എന്റെ സമ്പത്തിലേക്ക് വരാൻ പാടില്ല. ഈ പ്രായത്തിലെ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ വലിയ സമ്പന്നരായി മാറും, നിങ്ങൾ വലിയ ബിസിനസ്സുകാരായി മാറും. നിങ്ങൾക്ക് ആവശ്യത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹലാലായ സമ്പത്ത് തന്നെ തന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ദുരന്തമായി കാണാനുള്ളത്, സമ്പന്നരൊക്കെ ധാരാളമുണ്ട്, ഹറാമ് കലർന്ന സമ്പത്താണ് കാണുന്നത്. നിങ്ങൾ പഠിക്കുന്ന പ്രായമാണ്. ഈ പ്രായത്തെ നിങ്ങൾ അങ്ങനെ ഒരു നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളെ ഹിസാബിന്റെ വേളയിൽ SKSSFന്റെ ഈ ക്യാമ്പസ് കോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ സുഖം നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയും. 1 രൂപയെങ്കിലും ഹറാമിൽ നിന്ന് എന്റെ പോക്കറ്റിൽ വന്ന് ചാടിയാൽ ആ 1 രൂപ മതി നാളെ ഹിസാബിന്റെ വേളയിൽ ഏറെ പ്രയാസപ്പെടാൻ. സമ്പത്ത് ലഭിക്കുന്നത് തന്നെ ഏറെ പ്രയാസമായിരിക്കും. അത് ഹറാമായി പോയാൽ, അത് ഹലാലല്ലാതെ വന്നു പോയാൽ അതുകൊണ്ട് വലിയ പ്രയാസങ്ങളായിരിക്കും. അതുകൊണ്ട് ഒരു ആത്മീയ ചിന്തയിലൂടെ
നമുക്ക് ജീവിക്കാനും ആത്മീയ സ്വഭാവത്തോടെ ഈ ലോകത്തോട് വിട പറയാനും ആത്മീയ നായകന്മാരൊക്കെ കിടക്കുന്ന ആ പരിശുദ്ധമായ സുഖലോക സ്വർഗത്തേക്ക് കടന്നു പോകാനുമുള്ള ഒരു വലിയ കവാടമാണ് ഇവിടെ തുറക്കുന്നത്. അതിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. അർഹമുർ-റഹീമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഗ്രിബിലേക്ക് അടുത്തു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ദുആക്ക് ഇജാബത്തുള്ള ഈ സമയം അല്ലാഹു ഇജാബത്തുള്ള സദസ്സായി നമ്മുടെ ഈ സദസ്സിനെ നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أرحم الراحمين الملك الجبار يا الله ഈ സദസ്സ് ഞങ്ങളിൽ നീ കബൂലാക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ സദസ്സ് ഇവിടെ ആരംഭിക്കുകയാണ്. 3 ദിവസം മുഴുവനും നീ ഏറ്റെടുക്കണം റഹ്മാനേ. ഇവിടെ വന്നുകൊണ്ട് തിരിച്ചു പോകുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹുവേ നീ തഖ്വ നൽകണം റഹ്മാനേ, ഇഖ്ലാസ് നൽകണം റഹ്മാനേ. ഈ 3 ദിവസത്തെ പഠന ക്യാമ്പിലൂടെ അല്ലാഹുവേ നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന വിഭാഗമായി ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും നീ സ്വീകരിക്കണം റഹ്മാനേ. അല്ലാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി ധാരാളം തെറ്റുകൾ വന്നുപോയവരാണ്. എല്ലാം നീ പുറത്തു തരണം റഹ്മാനേ. ഇനിയുള്ള കാലം ഒരു തെറ്റ് പോലും വരാതെ അല്ലാഹുവേ നിന്നെ ഭയപ്പെട്ട് വഴിപ്പെട്ട് തഖ്വയോടെ ഇഖ്ലാസോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ദായിമൻ വുളൂഇലായി ജീവിക്കാൻ, സദാ സമയവും വിശുദ്ധിയോടെ ജീവിക്കാൻ അല്ലാഹുവേ തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് തന്ന നാവ് കൊണ്ട് ധാരാളമായി ഖുർആൻ പാരായണം നടത്താൻ, ധാരാളമായി ദിക്ർ ചൊല്ലാൻ, നിനക്ക് ഇഷ്ടമുള്ളത് മാത്രം സംസാരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്തുള്ളവരായി ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും നീ ചേർക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മരിച്ചുപോയ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ ഈ നാട്ടിൽ നിന്ന് വിട പറഞ്ഞു പോയ മുഅ്മിനീങ്ങൾ, സമസ്ത എന്ന വലിയ കുടുംബത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ വിട പറഞ്ഞു പോയി. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനേ, മർഹമത്ത് നൽകണം റഹ്മാനേ. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഈ പരിശുദ്ധമായ സദസ്സ് ഇവിടെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി ഈ സദസ്സിന് വേണ്ടതൊക്കെ നിർവഹിച്ച ആളുകളുണ്ട്. ഗൾഫിലുള്ള ധാരാളം ഞങ്ങളെ സഹോദരന്മാർ, പ്രത്യേകിച്ച് രാമന്തളിയിൽ നടക്കുന്ന ഈ സദസ്സിന് വേണ്ടി ഒരുപാട് സഹായിച്ച മുഅ്മിനീങ്ങൾ, എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഈ ഒരു നല്ല സദസ്സ് ഇവിടെ നടന്നു കാണുന്നതിന് വേണ്ടി എല്ലാവിധ പരിശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മഹല്ല് ജമാഅത്തിന്റെ പ്രിയപ്പെട്ട സാരഥികൾ, അല്ലാഹുവേ, ഈ പ്രദേശത്തുള്ള സുന്നി യുവജന സംഘത്തിന്റെ പ്രിയപ്പെട്ട SKSSF-ന്റെ നല്ലവരാകുന്ന ദീനിന്റെ ഖാദിമീങ്ങളാകുന്ന മുഅ്മിനീങ്ങൾ, എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനേ. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലും മരണത്തിലും ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനേ, സലാമത്തും റാഹത്തും നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ ഹൃദയങ്ങളൊക്കെ നീ ശുദ്ധീകരിച്ചു തരണം റഹ്മാനേ. കിബ്റില്ലാത്ത ഹൃദയം നൽകണേ അല്ലാഹ്, ഹസദില്ലാത്ത ഹൃദയം നൽകണം റഹ്മാനേ, റിയാ ഇല്ലാത്ത ജീവിതം ഞങ്ങൾക്ക് നൽകണം റഹ്മാനേ. അർഹമുർ-റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ വന്നു ചേർന്നിട്ടുള്ള ഇനി വരാനിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും അല്ലാഹുവേ നല്ല മനസ്സ് നൽകണം റഹ്മാനേ, തഖ്വ നൽകണം റഹ്മാനേ, നിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാക്കണം റഹ്മാനേ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, മശായിഖുമാർ അവരെല്ലാവരും ഏതൊരു വഴിയിലൂടെയാണോ സഞ്ചരിച്ചത് ആ വഴിയിലൂടെ തന്നെ ഈ ആഖിർ സമാനിലും സഞ്ചരിക്കാനും മറ്റുള്ളവർക്ക് അതിനുള്ള വഴി ഒരുക്കി കൊടുക്കാനും ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ദുആ ചെയ്യണമെന്ന് ധാരാളം ആളുകൾ പല സമയത്തും പറയാറുണ്ട്, ഈ സദസ്സിലും പറഞ്ഞിട്ടുണ്ട്. അവർ
അവരുടെയും ഞങ്ങളുടെയും ഞങ്ങളെ സ്നേഹിക്കുന്ന സർവ്വ മുഅ്മിനീങ്ങളുടെയും ഖൈറായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണം റഹ്മാനേ. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരാകുന്ന ശുഹദാക്കള്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നേതൃത്വം നൽകി കടന്നുപോയ വലിയ വലിയ ആലിമീങ്ങൾ, ആരിഫീങ്ങൾ, സ്വാലിഹീങ്ങൾ, സാദാത്തുകൾ എല്ലാവർക്കുമുള്ള ദറജ നീ വർദ്ധിപ്പിക്കണം റഹ്മാനേ. അവർക്കുള്ള ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് അവരൊക്കെ സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, വിവിധ മുറാദുകൾ പറഞ്ഞവരിൽ രോഗബാധിതനായി കഴിയുന്നവരുണ്ട്. ഈ സദസ്സിലും ഈ നാട്ടിലും ഞങ്ങളുടെ നാടുകളിലും വീടുകളിലും കുടുംബത്തിലും ബന്ധത്തിലുമായി അല്ലാഹുവേ രോഗബാധിതരായി കഴിയുന്ന നിരവധി ആളുകളുണ്ട്. പ്രായമുള്ളവരുണ്ട്, വളരെ അവശരായി കഴിയുന്നവരുണ്ട്, മാരകമായ രോഗങ്ങൾ പിടിപെട്ട് കഴിഞ്ഞുകൂടുന്നവരുണ്ട്, ഡോക്ടർമാര് കൈയൊഴിഞ്ഞതുണ്ട്, മരുന്ന് പോലും ഫലിക്കാത്ത രോഗികളുണ്ട്, ചെറിയ കുട്ടികൾ മുതൽ ചെറുപ്പക്കാർ മുതൽ ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്, അത്യാസന്ന നിലയിലുള്ളവരുണ്ട്, അപകടത്തിൽപ്പെട്ടവരുണ്ട്, വിദേശത്ത് കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും ശിഫാ നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഇബാദത്തിന് തടസ്സമില്ലാത്ത വിധം ഞങ്ങൾക്കുള്ള ആഫിയത്തെ നീ സംരക്ഷിക്കണം റഹ്മാനേ. അല്ലാഹുവേ, രോഗബാധിതരായി കഴിയുന്നവർക്കൊക്കെ ശിഫാവും സലാമത്തും നൽകണം റഹ്മാനേ. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശംസുൽ ഉലമാ റഹിമഹുല്ലാഹ് വിട പറഞ്ഞതുപോലെ, അല്ലാഹുവേ സ്വാലിഹീങ്ങളൊക്കെ വിട പറഞ്ഞതുപോലെ, അല്ലാഹുവേ സലാമത്തിന്റെ ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഒരു വഖത്ത് പോലും ജമാഅത്ത് നഷ്ടപ്പെടാതെ നിസ്കരിക്കുന്നവരായി ഞങ്ങളെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളെ കൂട്ടുകാരെയും നീ സ്വീകരിക്കണം റഹ്മാനേ. എല്ലാ ഖൈറായ അമലുകളും നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണം റഹ്മാനേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് നൽകുന്ന സമ്പത്ത് 5 പൈസ പോലും ഹറാമായ സമ്പത്താക്കരുത് റഹ്മാനേ. ഹറാമിൽ നിന്ന് ഞങ്ങൾക്ക് നൽകരുത് റഹ്മാനേ. പട്ടിണി കിടക്കേണ്ടി വന്നാലും ഹറാമിലേക്ക് മനസ്സ് പോകാതെ അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണം റഹ്മാനേ. അത്തരം ഘട്ടത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണെങ്കിൽ സ്വബർ തന്ന് സഹായിക്കണം റഹ്മാനേ. ഞങ്ങളെ ജോലിയിലും കച്ചവടത്തിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇവിടെ വേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ ആയിരക്കണക്കിന് മുഅ്മിനീങ്ങൾ, സഹോദര സഹോദരിമാര് എല്ലാവരുടെയും ജോലിയിലെ, കച്ചവടത്തിലെ, കുടുംബത്തിലെ, ജീവിതത്തിലെ എല്ലാറ്റിലും ഖൈറും ബറക്കത്തും നൽകണം റഹ്മാനേ. അല്ലാഹുവേ, ഈ ഒരു നല്ല സംവിധാനത്തിന് വേണ്ടി കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കടന്നു വരുന്ന അതിഥികളായി വന്നു ചേരുന്ന ഈ പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്വീകരിക്കുന്നു എന്നൊരൊറ്റ കാരണത്താൽ ഈ നാട്ടിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനേ. ഈ മഹല്ലത്തിലെ എല്ലാ വീടുകളിലും ബറക്കത്ത് നൽകണം റഹ്മാനേ. ഈ മഹല്ലത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഖൈർ നൽകണം റഹ്മാനേ. എല്ലാവിധ ശർറുകളിൽ നിന്നും ഈ നാടിനെയും നാട്ടുകാരെയും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മാരക രോഗങ്ങളെ തൊട്ട് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ദുരിതങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ രക്ഷപ്പെടുത്തണം റഹ്മാനേ. അല്ലാഹുവേ, ഈ മഹല്ലത്തിൽ നടക്കുന്ന പരിശുദ്ധമായ പള്ളിയും ജുമഅയും ജമാഅത്തും യതീംഖാനയും പരിശുദ്ധമായ മതപഠന സംവിധാനങ്ങളും എന്തൊക്കെയാണോ ഈ നാട്ടിൽ നടക്കുന്നത്, മാസത്തിൽ ആയിരങ്ങൾ സംബന്ധിക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസ് അടക്കം അല്ലാഹുവേ ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ ഖൈറായ കാര്യങ്ങളും അല്ലാഹുവേ നീ ഏറ്റെടുക്കണം റഹ്മാനേ. മഹാന്മാരുടെ മദദ് നൽകണം റഹ്മാനേ. വസ്വഹാബുൽ ബദറിന്റെ ഹിഫ്ള് നൽകണം റഹ്മാനേ. ഈ നാട്ടിൽ നടക്കുന്ന ഏത് നല്ല കാര്യങ്ങൾക്കും വേണ്ടി സഹായിക്കുന്ന, സഹകരിക്കുന്ന, നേതൃത്വം നൽകുന്ന, പ്രവർത്തിക്കുന്ന, പിന്തുണക്കുന്ന സർവ്വ മുഅ്മിനീങ്ങൾക്കും അവർ തേടിയതുപോലെ അവരെ ആവശ്യങ്ങളൊക്കെ ഖൈറായ വഴിയിലൂടെ ഹാസിലാക്കി കൊടുക്കണം റഹ്മാനേ.